മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് യുഎയിലെ മലയാളി സമൂഹം നൽകുന്ന സ്നേഹോഷ്മളമായ സ്വീകരണം. ലോക കേരള സഭയും മലയാളം മിഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മലയാളോത്സവം നവംബർ 9 ഞായറാഴ്ച അബുദാബിയിൽ വെച്ച് നടക്കുകയാണ്. അബുദാബി സിറ്റി ഗോൾഫ് ക്ലബ്ബിൽ വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന ഈ ഒരു വലിയ പരിപാടിയിൽ ഇൻഡോ അറബ് കൾച്ചർ പ്രതിഫലിക്കുന്ന നിരവധി കലാപരിപാടികളും അരങ്ങേറും. ലുലു ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ എം എ യൂസഫ് അലി, സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ തുടങ്ങി നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അബുദാബി സിറ്റി ഗോൾഫ് ക്ലബ്ബിൽ വെച്ച് നടക്കുന്ന ഈ പരിപാടിയിലേക്ക് പ്രവേശനം സൗജന്യമാണ്. ഒമാൻ UAE റെയിൽപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ബുറൈമയിലെ പ്രധാന റോഡിൽ ചില താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി ഗതാഗത വാർത്താവിനിമയ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ബുറൈമയിലെ സായിഖ് ഹഫീത്ത് റോഡിലാണ് ഇങ്ങനെ ഒരു ക്രമീകരണം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതുവഴിയുള്ള ട്രക്കുകൾ പൂർണ്ണമായും ക്വാറീസ് റോഡ് ഉപയോഗപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ വാഹനയാത്രികരും ആ പ്രദേശത്തെ സൈൻ ബോർഡുകൾ പ്രത്യേകം ശ്രദ്ധിച്ച് മാത്രം വാഹനം ഓടിക്കുക എന്നും നിർദ്ദേശമുണ്ട്. 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം നടന്നപ്പോൾ UAEക്കും അഭിമാനത്തിന്റെ ഒരു നിമിഷമായി മാറിയത്. വർഷങ്ങളായി UAE പ്രവാസിയായ ഷംല ഹംസയ്ക്കാണ് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഇത്തവണ ലഭിച്ചത്. ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയിലെ അസാധാരണമായ പ്രകടനത്തിനാണ് ഷംലയ്ക്ക് ഈ ഒരു പുരസ്കാരം ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഗായികയും എഴുത്തുകാരിയുമായും ഷംല നേരത്തെ തന്നെ പ്രശസ്തയായിരുന്നു. UAEയിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകൾ ചേർന്നൊരുക്കിയ 1001 നുണകൾ എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഷംലയുടെ സിനിമാ പ്രവേശനം. പുരസ്കാര നിറവിൽ കുടുംബാംഗങ്ങളോടൊപ്പം ഷംല ഇപ്പോൾ നാട്ടിലാണ്. UAEയിലെ സ്വർണ്ണവില കഴിഞ്ഞ ദിവസത്തേതിൽ നിന്ന് ഏകദേശം ഒരു 3.5 ദിർഹത്തിന്റെ കുറവ് വന്നിരിക്കുകയാണ്. സ്വർണം 24 ക്യാരറ്റ് പെർ ഗ്രാമിന്റെ ഇന്നത്തെ റേറ്റ് 480 ദിർഹം 25 ഫിൽസാണ്. 22 ക്യാരറ്റിന് 444 ദിർഹം 75 ഫിൽസ്. ദുബായ് വാർത്ത തികച്ചും ലോക്കൽ. 2025 നവംബർ 4 ചൊവ്വാഴ്ച.